പഠിക്കാൻ പോതിരുന്നത്? അതെ അമ്മ, എനിക്ക് തലവേദന തന്നെ. അതിനിപ്പോ ടി വി കണ്ടാൽ എന്താ? ടി വി കണ്ടാൽ എന്താന്നോ? തലവേദന എടുത്താൽ ടി വിയിലോട്ട് നോക്കാൻ പോലും പറ്റില്ലല്ലോ. അപ്പൊ നിന്റെ അഭിനയായിരുന്നല്ലേ ഇടി നിനക്ക് ക്ലാസ്സിൽ പോകാതിരിക്കാൻ? അയ്യോ അല്ല, തലവേദന ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ മാറി. ആ മാറിയല്ലോ, അത് മതി. ദേ ഫൈനൽ എക്സാം വരുന്നേ, പോയിരുന്നു പഠിച്ചേ. അമ്മ കുറച്ച് നേരം ഒന്ന് ടി വി കാണട്ടെ. മര്യാദക്ക് ഇവിടെ ഇരുന്ന് പഠിക്കേ, അല്ലെങ്കിൽ ഉച്ചക്ക് പഠിക്കാൻ പൊക്കോ. ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞോളാം. അയ്യോ വേണ്ട, മിസ്സിനെ ഒന്നും വിളിക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. ഇതിന്റെ അപ്പുറത്തടവെടുത്തതാ ഞാൻ, എന്നിട്ട് എന്നോട് കളി. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ഓ എനിക്ക് മടുത്തു, എന്തോരേറെ പഠിക്കാനല്ലേ. പെട്ടെന്ന് ലീവ് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ വരാത്ത കാര്യം സഞ്ജയനോട് പറയാൻ പറ്റില്ലല്ലോ. പാവം, അവൻ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അയ്യോ സഞ്ജയോ, ഇവൻ എന്താ ഇവിടെ? ദൈവമേ, അമ്മ കാണൂ. നീ എന്താ ക്ലാസ്സിൽ വരാത്തെ? അയ്യോ സഞ്ജയ്, എനിക്ക് നല്ല സുഖയില്ലായിരുന്നു. നീ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ നിന്ന് പോവും. എന്താ ക്ലാസ്സിൽ വരാതിരുന്നെന്ന് പറ, എന്താ നിനക്ക് പറ്റിയേ? ദൈവമേ, അമ്മ കണ്ട എന്നെ കൊല്ലും. ഇവ പോകുന്നുമില്ലല്ലോ. ഓ പോയി, ഭാഗ്യം. ദൈവമേ, വീണ്ടും ഇവൻ എന്നെ അടികൊളിപ്പിക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നേ. ഇതാരും കുണിക്കുമോളോ? ഇവിടെ ഇങ്ങനെ നിക്കല്ലേട്ടോ, അകത്തേക്ക് പോയിക്കോ. ദൈവമേ, ഇവള് കൊള്ളു നോക്കൂ. ഹായ് മോളോ. കുണിക്കുമോളെ വാ, നമുക്ക് അകത്തേക്ക് പോകാം. ചേച്ചി നോക്കി, നല്ല സൈക്കിൾ അല്ലേ? സൈക്കിൾ കുണിക്കുമോൾക്കും ഉണ്ടല്ലോ, നമുക്ക് അകത്തേക്ക് പോകാം വാ. കുണിക്കുന്നാണോ പേര്? അതെ. നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ചേട്ടനെന്താ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? അല്ല മോളെ, ഇത് നിങ്ങളുടെ വീടിന്റെ മുൻപല്ലല്ലോ, ഇത് റോഡല്ലേ. ഞാൻ റോട്ടിലല്ലേ നിക്കുന്നേ. സഞ്ജു പ്ലീസ്, ഇവിടെ പോയിക്കോ. ഇവള് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. ശരി ശരി, ഞാൻ പോകാം. ഞാൻ ഇതിന്റെ തൊട്ടപ്പുറത്തെ കടയുടെ ആ ഭാഗത്ത് നിൽക്കാം. നീ എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് വരണം. ഒന്നുമില്ല കുണിക്ക്, ഈ ചേട്ടനെ വഴി ചോദിച്ചതാ. നമുക്കറിയാത്ത വഴിയാവാ, നമുക്ക് അകത്തേക്ക് പോകാം. സഞ്ജയ് ഇപ്പൊ പോ, ഞാൻ എങ്ങനെയെങ്കിലും വരാം. പോ നിത്യ. ആ വരണമ്മ. അമ്മേ, ഞാനൊന്ന് കടയിൽ പൊക്കോട്ടെ. കടയിലോ? ഏത് കടയിലോ? ഇപ്പൊ എന്തിനാടി കടയിൽ പോകുന്നേ? അയ്യോ അമ്മ, ദൂരെയൊന്നും അല്ല, നമ്മുടെ ഈ വാസുചേട്ടന്റെ കടയിലാ. കുറച്ച് A4 സൈസ് പേപ്പർ വാങ്ങാനാ, എനിക്ക് അസൈൻമെന്റ് എഴുതണം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി 2 കെട്ട് A4 സൈസ് പേപ്പർ തീർത്തോ? അയ്യോ, അത് പിന്നെ എന്തൊരു അസൈൻമെന്റ് പ്രോജക്റ്റൊക്കെ തന്നു വിടുന്നത്, അതൊക്കെ തീർന്നു. കുറച്ച് പേപ്പർ മതി, ഞാൻ പോയിട്ട് വേഗം വരാം. നീ പോകണ്ട, അച്ഛൻ ഉച്ചക്ക് ചോറ് തിന്നാൻ വരുമല്ലോ, അച്ഛനോട് മേടിച്ചോണ്ട് വരാൻ പറയാം. എനിക്കിപ്പോൾ എഴുതാനുള്ള അസൈൻമെന്റ് അച്ഛൻ ഉച്ചക്ക് വരുമ്പോൾ എഴുതിയാൽ മതിയോ? അമ്മക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകൂല, എനിക്ക് കടയിൽ പോകണം. ഓ എന്നാ നീ പോയിട്ട് വാ. അയ്യോ മിഠായി എന്തോരം ഫ്രിഡ്ജിൽ ഇരിക്കണേ, അതൊന്നും പോരെ. എന്നാ നീ ചേച്ചിയോടൊപ്പം പൊക്കോ, നിന്നെ വിട്ടാ കുറച്ചു നേരമൊന്നും എനിക്ക് വെറുതെ ഇരിക്കാമല്ലോ. അയ്യോ അമ്മ, അത് വേണ്ട. ഇവള് കടയിൽ ചെന്ന് അതും ഇതൊക്കെ വേണോന്ന് പറയും, പിന്നെ എനിക്ക് പാടായിരിക്കും. അതെന്താ അവള് വേണ്ടാത്തെ? എപ്പോഴും നീ അവളെയും കൊണ്ടാണല്ലോ കടയിലൊക്കെ പോകുന്നേ. അവള് വന്നില്ല എന്ന് പറഞ്ഞാലും ഒറ്റക്ക് പോകാൻ മടിയാന്ന് പറഞ്ഞ് നീ അവളെ എടുത്തോണ്ട് പോകും. ഇപ്പൊ എന്താടി അവളെ കൊണ്ടുപോയാല്? ഞാൻ ഒറ്റക്ക് പൊക്കോളാന്ന് പറഞ്ഞില്ലേ? വേണ്ട വേണ്ട, നീ അവളെ കൊണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ നീ പോയി കഴിയുമ്പോൾ തുടങ്ങി ഇവിടെ കരച്ചിലും ബഹളം. എനിക്ക് 100 പണികളുണ്ട്. നീ അവളെ കൊണ്ട് പോകാൻ നോക്ക്. അമ്മേ, നമുക്ക് പോവാം. സഞ്ജു അവിടെ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. ഇവളോട് ആരാ ആ കൊച്ചിനെയും കൂട്ടി കടയിൽ വരാൻ പറഞ്ഞത്? കുണിക്ക്, മിഠായി എങ്ങനെയുണ്ട്? അയ്യടാ, അങ്ങോട്ട് നടക്ക്. നിത്യ. അതെ, എനിക്ക് ഈ ഭാഗത്തേക്കുള്ള വഴി അറിയില്ല, വഴി ചോദിക്കാൻ വേണ്ടിട്ടാ. കുണിക്കുമോളെ, പാവം ചേട്ടനല്ലേ, വഴി തെറ്റി നിൽക്കുക. ഞാൻ ഈ വഴി കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. കുണിക്കുമോൾ ഇവിടെ നിന്ന് കോലുമിഠായി തിന്നോട്ടോ. നിന്നോട് ആരാ നിത്യ ഈ കുട്ടിയെ കൊണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, എന്റെ കൂടെ വരണമെന്ന് വാശി. പിന്നെ അമ്മയെ വിട്ടു, ഞാൻ എന്ത് ചെയ്യാനാ? ഇന്ന് ക്ലാസ്സിൽ വരാത്ത കാര്യം ഇന്നലെ നീ എന്താ പറയാനേ? എനിക്ക് ഇന്ന് രാവിലെ തലവേദന വന്നേ, അതാ ഞാൻ വരാനേ. അല്ല നീ എന്താ ക്ലാസ്സിൽ കയറാനേ സഞ്ജയ്? ഓ, നീ ഇല്ലാതെ എനിക്ക് വല്ലാതെ ബോറടിയാ, അതാ ഞാൻ ക്ലാസ്സിൽ കയറാനേ. ആ കുരിപ്പ് മിഠായി തന്നെ അത് ഇങ്ങോട്ട് തന്നെയാണല്ലോ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. എന്നാ പിന്നെ പണി കിട്ടും. വീട്ടിൽ പോയി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് എന്റെ പേടി. നീതിമോളയിലും കഷ്ടാ. ഓ, അതിനൊരു ഐഡിയ ഉണ്ട്. ഞാൻ നിനക്ക് തരാൻ വേണ്ടി കുറച്ച് മിഠായി കൊണ്ടുവന്നിരുന്നു. നീ അത് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്ക്. ഇതെന്താ ജെംസോ? ഞാൻ നിനക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനും ആ കുട്ടിക്ക് കൊടുത്തേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ പോയി പറയില്ലേ? അയ്യോ, അവള് ചോദിച്ച കേട്ടില്ലേ? ഞാൻ പോകുന്നു സഞ്ജു. ശരി ശരി, ഞാനും ഇപ്പൊ പോകുന്നു. കുണിക്കുമോളെ, പാവം ചേട്ടനല്ലേ, ആ ചേട്ടന് വഴി അറിയില്ല. വഴി പറഞ്ഞു കൊടുത്തു. പിന്നെ ഉണ്ടല്ലോ, വഴി പറയാൻ കൊടുത്തത് കൊണ്ടേ നമ്മൾ ഒത്തിരി വൈകിയില്ലേ, വീട്ടിലെത്താനായിട്ട് ലേറ്റ് ആയില്ലേ. കുണിക്കുമോൾ ഈ മിഠായി വെച്ചോ, ഇത് ജെംസാ. അത് ഞാൻ കുണിക്കുമോൾക്കൊരു സർപ്രൈസ് ആയിട്ട് മേടിച്ചതാ.
കൊടുക്കണേ വേണ്ടേ? വേണ്ട വേണ്ട, ഇത് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. പിന്നെ ഉണ്ടല്ലോ, ആ ചേട്ടനെ കണ്ട കാര്യം വീട്ടിൽ പറയണ്ട കേട്ടോ. അയ്യോ അതെന്താ? അമ്മ വഴക്കുറയില്ലേ? അതാ, നമ്മൾ ഒത്തിരി വൈകിയില്ലേ. വൈകിയത് എന്താന്ന് ചോദിച്ചാലേ കടയിൽ തിരക്കുണ്ടായി എന്ന് പറയാം. ഈ ചേട്ടനെ കണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു ഡയറി മിൽക്ക് കൂടി ഞാൻ വാങ്ങിച്ചു തരാം. അല്ലാതെ പറയൂല. ഗുഡ് ഗേൾ, നമുക്ക് വീട്ടിൽ പോവാം. വാ പോവാം. ആ വന്നു രണ്ടും. എത്ര നേരം ഇവിടെ നിന്ന് പോയിട്ട്? അതും അമ്മ കടയിൽ നല്ല തിരക്കായിരുന്നു. അല്ല, A4 സൈസ് പേപ്പർ വാങ്ങിയില്ലേ? അതെവിടെ? അയ്യോ അമ്മ, ആ കടയിൽ ഉണ്ടായിരുന്നില്ല, അതാ. അതുകൊള്ള, പോയ സാധനം കിട്ടിയുമില്ല. പിന്നെ നിങ്ങൾ എന്തെടുക്കുമായിരുന്നു ഇത്ര നേരം? മിഠായി തിന്നുവായിരുന്നു. മിഠായി തിന്നുമായിരുന്നോ? അമ്മ, അവക്ക് ഞാനൊരു കോലുമിഠായി വാങ്ങിക്കൊടുത്തു, അതാ അവളി പറയണേ. അത് തിന്നോണ്ട് അവിടെ നിന്ന് എന്തിനാ? നിങ്ങൾക്ക് ഇങ്ങ് പോരായിരുന്നില്ലേ? ഇത്ര നേരം കാണാനിപ്പോ ഞാൻ എന്തോ ടെൻഷൻ അടിച്ചോന്നറിയോ? സൈക്കിൾ കൊണ്ടായിരുന്നു മിഠായി തിന്നു. സൈക്കിൾ മിഠായിയോ? ഇവളെ കൊണ്ട് എന്തൊക്കെയാ കുണിക്കുമ്പോൾ പറയണേ? ഒന്നുമില്ല, ഞാൻ എന്തായാലും കുണിക്കുമ്പോളേയും കൊണ്ട് അകത്ത് പോട്ടെ. കുണുക്കാവാ, നിനക്കും കോലുമിഠായി വേണ്ടേ? വാ. ലിതു ചേച്ചി പഠിക്കാൻ പോയിട്ട് വന്നു. ഓ, ഞാൻ വന്നു. ആ മടിച്ച് എവിടെ? തലവേദന എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിരുന്നില്ലേ, അവൾ എവിടെ? ലിതു ചേച്ചിക്ക് തലവേദനയാ. ഞങ്ങള് മിഠായി വാങ്ങാൻ പോയി. കടയിലോ? എന്തിനാ കടയിൽ പോയേ? ഞാൻ പേപ്പർ വാങ്ങാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ജസ്റ്റ് കിട്ടി. കൊള്ളാലോ, കുറെ മിഠായി തിന്നല്ലോ. ആ സൈക്കിളേട്ട മിഠായി തന്നു. സൈക്കിൾ ചേട്ടനോ? കുണിക്കുമോളെ? ആ വന്നല്ലോ കള്ളത്തലവേദനക്കാരി. ഞങ്ങള് സൈക്കിള് ചാടാൻ പറയായിരുന്നു. അതാരാ കുണിക്കുമോളെ? അതാരുമില്ല, മിഠായി കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. നീ വന്നെങ്കിലേ ഇപ്പോൾ യൂണിഫോം മാറി മേല് കഴുകി വാ, അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് ഇപ്പൊ കിട്ടും. കുണിക്കുമോള് വന്നേ. സൈക്കിൾ ചേട്ടൻ മിഠായി എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ആഹാ, നീ വന്നോ? നിന്റെ ഒച്ച കേട്ട് വന്നതാ ഞാൻ. സാധാരണ അടുക്കളയിലോട്ടല്ലേ ഓടി വരുന്നേ. എന്ത് പറ്റി? അമ്മ, നിത്യ ചേച്ചി എവിടെ പോയതാ? ഓ, അവൾ A4 സൈസ് പേപ്പർ വാങ്ങാൻ പോയതാ. പക്ഷെ കിട്ടിയില്ല, ആ കടയിൽ ഉണ്ടായിരുന്നില്ല. ആ, നീ വേഗം മേലെഴുകി വരാൻ നോക്ക്. A4 സൈസ് പേപ്പറോ? ഇവിടെ 2 കെട്ട് വെറുതെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ എന്തിനാ ചേച്ചി നുണ പറഞ്ഞ് കടയിൽ പോയേ? അതുമല്ല, കുണിക്ക് എന്തോ പറയാൻ വന്നപ്പോൾ ചേച്ചി പറയിച്ചുമില്ല. എന്തോ കള്ളത്തരമുണ്ട്, എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കുണിക്ക്, ചേച്ചിയുടെ കയ്യിൽ കിൻഡർ ജോയ് ആണോ? ഈ കിൻഡർ ജോയ് ഞാൻ കുണിക്ക് തരാട്ടോ. പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാമോ? കിൻഡർ ജോയ് തരാൻ ഞാൻ പറയാം. ഇന്നേ നിത്യ ചേച്ചി കുണിക്കായിട്ട് എങ്ങോട്ടാ പോയേ? കടയിലേക്ക് പോയതാ. പിന്നെ സൈക്കിൾ ചേട്ടൻ എന്ന് പറഞ്ഞ എന്താ? നീ ഇതുപോലെ നീ പിന്നെ വന്നു. നിനക്ക് വേറെ പണിയില്ലേ കൊച്ചിനെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്? ഞാൻ കുണിക്കിനോട് സംസാരിക്കുന്നതിന് ചേച്ചിക്ക് എന്താ? വേണ്ട, അങ്ങനെ നീ ഇപ്പം എന്റെ കാര്യം സംസാരിക്കണ്ട. ഞാൻ എന്റെ അനിയത്തിനോട് പലതും സംസാരിക്കും, അത് ചേച്ചിക്ക് എന്താ? കിൻഡർ ജോയ് പോകും. എന്റെ കയ്യിൽ ജെയിംസ് കോലുമിഠായി വാങ്ങിച്ചു തന്നിട്ട് അവിടെ കിൻഡർ ജോയ് കിട്ടുമ്പോൾ കുണിക്ക് അങ്ങോട്ട് പറയുവാണോ? എന്റെ പൊന്നു ചേച്ചി, A4 സൈസ് പേപ്പർ ഇവിടെ 2 കെട്ട് ഇരിപ്പുണ്ട്. എന്നിട്ടും ചേച്ചി കുണിക്കായിട്ട് പോയെങ്കിലേ അതിലെന്തോ കള്ളത്തരമുണ്ട്. തുടങ്ങിയോ രണ്ടും? അമ്മ ഇവിടെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ കുണിക്കുമ്പോഴോട് ഓരോന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുക. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലമ്മേ. ചേച്ചിയുടെ കള്ളത്തരം പൊളിയാൻ പോകുക, അതാ ചേച്ചി ഒച്ചെടുക്കുന്നേ. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വടി എവിടെ? രണ്ടിനെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. അയ്യോ അമ്മേ, ചേച്ചിമാരെ തല്ലല്ലേ. ഞാൻ പറയാ സത്യം. കടയിൽ പോയപ്പോ ഞങ്ങൾ ചേട്ടനെ കണ്ടു. ആ ചേട്ടനെ നിത്യ ചേച്ചി മാറിനപ്പോ കൊറേ മിനി. ഈ മാറി നിന്ന് കൊറേ മിണ്ടിയെന്നോ? ആരോട്? അയ്യോ, ഈ കുണുക്കി. ആ ചേട്ടനെ എനിക്ക് ജെയിംസ് തന്നെ. കണ്ടോ ചേച്ചിയുടെ കള്ളത്തരം കണ്ടോ? ആര് ചേച്ചി ആ ചേട്ടൻ? ആരെ പറ്റി അടി കുണിക്കുമ്പോൾ പറയുന്നേ? അമ്മ, അവള് വെറുതെ വായി തോന്നുന്നത് പറയാ. വീട്ടിൽ പോയി പറയരുതെന്നും പറഞ്ഞു. നിത്യ ചേച്ചി പാവുവാ. ആ സൈക്കിളേട്ടാ കൊറേ മിനി. സൈക്കിൾ ചേട്ടൻ കുറെ മിണ്ടി പോലും. ആരടി നിറ്റിയത്? അമ്മ, ഈ കുണിക്ക് വെറുതെ പറയുന്നതാ. പിന്നെ വെറുതെ എന്തോ കള്ളത്തരോടെന്ന് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. കുണിക്ക് എങ്ങനെ വെറുതെ ഒന്നും പറയില്ല. നീ സത്യം പറഞ്ഞേ. അതെന്റെ ക്ലാസ്സിലെ ഫ്രണ്ട് അമ്മേ. ക്ലാസ്സിലെ ഫ്രണ്ട് ആണെങ്കിൽ എന്താ കുഴപ്പം? നീ എന്തിനാ അത് മറച്ചു വെക്കുന്നേ? അമ്മേ, അത് എന്താടി ഫ്രണ്ടിന്റെ പേര്? സഞ്ജു.